മൈ ഗൈസ് ഞങ്ങൾ വന്നിരിക്കുന്നു ഒറ്റപ്പാലത്തുള്ള വെള്ളനോട് ഫെസ്റ്റിക്കാട്ടോ. ഇത് വന്നിട്ട് 2-3 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷെ അതാ ഞങ്ങൾ ഇപ്പോട്ട് എത്തിയിട്ടുള്ളത് അവതാ ഈ ആഴ്ച പോകും. അപ്പോൾ എല്ലാവരും നേരെ ഇങ്ങോട്ടോട്ട് വന്നോളൂ കേട്ടോ. ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ക്യാഷ് 100 rupees ആട്ടോ ഉള്ളത്. ഞങ്ങളിത് അങ്ങനെ ഇവരത് കൊറിയ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളവർ നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് കൊടുക്കണം കേട്ടോ. വലിയൊരു എന്തൊരു ചെനിക്കുത്തിരിക്കാവിൻ്റെ അപ്പുറത്തുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അക്വേറിയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ളൊരു അഡ്വൈസേഴ്സ് ആട്ടോ ഉള്ളത്. ഇതാ പിന്നെ അതാ എനിക്കിഷ്ടപ്പെട്ടത് ആ ബ്ലൂ കളറുള്ളതാട്ടോ. ഇവർ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഗ്രീൻ കളറുള്ള ആ ഒരു അക്വേറിയത്തെ ഫിഷിനാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒരു കടലിൽ നമ്മൾ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അടിയിൽ നിന്ന് നോക്കുമ്പോൾ അതേപോലെ ആയിട്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇതാണ് അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്നത്. ഇതാണ് പറഞ്ഞത് കടലിൻ്റെ അടിയിൽ പോയി എന്തായിരിക്കും അവസ്ഥ അതേപോലെ അത്രയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാ നിങ്ങൾ എൻ്റെ ചാനൽ ആട്ടക്കാനിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഒരുപാട് ചാനൽ വീഡിയോസിൻ്റെ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ കാണും. ഇതാണ് സീൻ ഗൈസ്. എൻ്റെ ഓളൊരു പോസ് പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാനും നിന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ എന്താ കുറച്ചും കൂടി നമ്മൾ പോയ അവതാർ ഫിലിമിൻ്റെ സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞാൽ മൂവി ഞാൻ കണ്ടിട്ടില്ല. ആ മൂവി കാണാത്ത എനിക്ക് വരെ ഇതിൻ്റെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഇത് നൈറ്റ് വരണം. നൈറ്റ് വന്ന് അടിപൊളിയാക്കി നമ്മളൊരു ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോൾ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ശനിയാണെങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ഒരുപാട്. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം അന്ന് ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവതാറിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ തന്നെ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ കയറിയിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെയാണ് ഞങ്ങൾ ഒരുപാട് ടൈം ഞങ്ങൾ പോയത് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഒരുപാട് ടൈം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വീട്ടിലകത്ത് ഒരു 9-10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെയാണ് ഏകദേശം പനമണ്ണാം ഭാഗത്ത് തന്നെ ആയിട്ടാണ്. പിന്നെ ഇതിൽ ഞങ്ങൾ കയറി യന്ത്രകോനാലിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒന്നിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനെൻ്റെ അനിയത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയനിങ്ങനെ വണ്ടികൾ ഇതിലൊക്കെ എൻ്റെ അനിയന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ ഭാഗത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡ് എന്ന് പറയുന്ന പോലെ കഴിക്കുമ്പോൾ നമ്മളൊന്നും മെയിൻ ചെയ്യില്ല കേട്ടോ. അതാണ് അവിടുത്തെ ഒരു ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണത്. ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് വെച്ചാൽ ഇങ്ങനെ ഈ പന്നിക്കൂട്ടങ്ങളൊക്കെ ഇടയിൽ കൂടെ ലൈറ്റ് വെച്ചിട്ടൊരു എഫക്റ്റാട്ടോ. അടിപൊളിയാണ്. എല്ലാവരും വന്നത് ഈ ഒരു സ്പോട്ട് മറക്കാതെ പോകണം കേട്ടോ. മറക്കാതെ കാണണം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഈ ആഴ്ച ഇത് അവസാനിക്കണം കേട്ടോ. അപ്പം വേഗം പോയിട്ട് വേഗം വന്നിട്ട് കണ്ടോളുണ്ട് കേട്ടോ. അത് അവിടെ ഡ്രൈവർ പേടിപ്പിക്കാൻ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കില്ല ഗൈസ്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾ പോയല്ലേ എന്നൊക്കെ പറയണേ. എങ്ങനെയുണ്ട് നിങ്ങൾ ഒരുപാട് അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾ ബുക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ അനിയത്തെയാണ് ഈ റെഡിൽ കയറിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനിയത്തെയും കയറിയിട്ടുണ്ടായിരുന്നു. ഇതിലേത് കളറിലായിരിക്കും ഗൈസ് ഞങ്ങളുള്ളത് അന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറഞ്ഞത് റെഡിയാണെന്ന് അറിയണ്ട. ഒരു ഗസ്സിങ് എത്രയുള്ളൂ കേട്ടോ. നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഈ ട്രെയിനിൽ ഞാൻ കയറി. ചെറുതാണ് വലുതാണെന്ന് നോക്കിയില്ല. അങ്ങോട്ട് കയറി തന്നെ. അല്ലാതെ എന്താ പോലെ ഞാൻ കയറി. ഇതേപോലെ ഞാൻ പറഞ്ഞു എൻ്റെ അനിയനെയാണ് ഇതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റുന്നില്ല ചെറിയ ഫിഷുകൾ കേട്ടോ. കാരണം അത്രയ്ക്ക് രസമായിരുന്നു. പിന്നെ യന്ത്രോനാലും ഉണ്ട് കേട്ടോ. പിന്നെ ലോങ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ല ഷോർട്സിൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും പോയി കാണാം. വന്ന് നിമിഷം കേട്ടോ. നെക്സ്റ്റ് അടിച്ച് സംഭവം പണ്ടത്തെ മുട്ടാണ് കേട്ടോ. എനിക്കടക്കം അടിച്ചു. പക്ഷേ ഞാൻ ന്യൂ ജനറേഷൻ ആണെങ്കിലും എൻ്റെ ഉമ്മമാർ നാട്ടിലെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ നെക്സ്റ്റ് അടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്ന ആരും കൈ വീശി പോയത് ഉറപ്പാണ് കേട്ടോ. ഒരു ക്യാൻഡി സ്റ്റേഷനറി വാങ്ങാതെ ഞങ്ങൾ പോവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം ലൈക്ക് സബ്സ്ക്രൈബ് ഇപ്പം തന്നെ പറയുന്നത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കണം കേട്ടോ. ഫുൾ സപ്പോർട്ടായിരിക്കും ചാനൽ കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. യെസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോയല്ലോ എന്നൊക്കെ താഴെ. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ.
ഞാനും ബൈ.